ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം റൂബീസ് വേൾഡ്. എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ബിസി ആട്ടോ. എനിക്കിപ്പോൾ വീഡിയോ ഇടാനൊന്നും സമയമല്ല. ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ കമ്പനിയിൽ പോയിരിക്കാറാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ട് ബോറടിച്ചിട്ട് പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ അവിടെയും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാലും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഒപ്പം ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്ന് പോകുമ്പോൾ അവർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പോട്ടോ. വലിയൊരു യൂട്യൂബറൊക്കെയാണ് അറിയപ്പെടാത്തത്. അങ്ങനെ പോകുമ്പോൾ ഞാൻ സൂചി ഗോതമ്പ് വെച്ചിട്ട് കുറച്ച് പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരും തന്നെ കൊണ്ടുവരും. ഞങ്ങൾ പരസ്പരം അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കും. പിന്നെ എല്ലാവരും കൊണ്ടുവരുമ്പോൾ അതൊരു പ്രത്യേക രസമല്ല. നമ്മൾ സ്കൂളിലേക്കൊക്കെ ലഞ്ചൊക്കെ കൊണ്ടുപോയിരുന്ന ആ ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ എനിക്കുള്ളത്. അപ്പം ഞങ്ങൾക്കുള്ളതും അവർക്ക് ടേസ്റ്റ് വെക്കാനുള്ള ബിരിയാണിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മുടെ കൃഷ്ണൻകുട്ടി കൊടുക്കാതെ പിന്നെ നമുക്ക് എന്ത് ബിരിയാണിയും പായസമാണ്. അപ്പോൾ അവനും എടുത്തിട്ടുണ്ട്. അവന് പായസത്തിന് പായാസം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവന് പായാസവും ബിരിയാണിയൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ജോലിയൊക്കെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. തലേദിവസം തന്നെ വരുമ്പോൾ തന്നെ കുളിയൊക്കെ കഴിയുമ്പോൾ തന്നെ തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുക. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ ഒന്ന് അടിച്ചുകോരി തുടയ്ക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതുപോലെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഒറ്റ പോക്കാണ്. വൈകുന്നേരത്തിനുള്ളതും ഉണ്ടാവും വരുമ്പോൾ. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ചാർജറും ലാപ്ടോപ്പിൻ്റെ ചാർജറും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ബാഗിലേക്ക് ഇട്ടിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ അപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി. രാവിലെ എണീച്ചിട്ട് ഫുഡും ഇതൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ പോയിട്ട് കത്തിയടിച്ചിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കമ്പനി മാസ്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാതിലൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഞങ്ങളന്ന് കമ്പനിയിലെത്തുമ്പോൾ അവിടെ ഭയങ്കര തിരക്കാട്ടോ. പില്ലോ അടിക്കുന്ന തിരക്കാണ്. അപ്പം നമ്മുടെ കമ്പനി പില്ലോയും ഉണ്ട്. അതിൻ്റെ പുറത്തത്തെ കടകൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാനൊരു ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് പകുതി കാറ്റും പകുതി പഞ്ഞിയാണ്. അങ്ങനെയല്ല കേട്ടോ. അത് ഓരോരുത്തർക്ക് ഓരോ പില്ലോവും ഒരേ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് അങ്ങോട്ട് നിറച്ചിട്ട് ബാക്കി കമ്മി ഉണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് നിറച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ കൂടുതലുണ്ടെങ്കിൽ അതിന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ മെഷീനാണ് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാറ്റ് കയറുകയാണ്. അപ്പോൾ അത് അപ്പം തന്നെ അവരിങ്ങനെ തട്ടി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ഞി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിലിട്ട് കൊടുത്തിട്ട് ആ ഒരു ഇത് വഴി നമ്മുടെ ഇപ്പോൾ നമ്മൾ മില്ലിലൊക്കെ ഉണ്ടാവില്ല, അരിയൊക്കെ വരുന്ന അരി ഒരു ഇതുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് ആ പില്ലോക്ക് കയറണം. അപ്പോൾ ആ കയറുമ്പോൾ കുറച്ച് കാറ്റ് കയറുന്നതാണത്. അപ്പോൾ തരികിട പരിപാടികളൊന്നും നടക്കില്ല. നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെയിറ്റ് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഓരോ പില്ലോ ഇങ്ങനെ ഇതാക്കി നിറച്ചിട്ടിട്ട് അതിൻ്റെ കറക്റ്റ് വെയിറ്റ് നോക്കിയിട്ട് ഒരേ ഇതിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയൊന്നുമല്ല കേട്ടോ, പറഞ്ഞ പോലെ ഒന്നുമല്ല. അപ്പം അങ്ങനെ അവിടുന്ന് വന്ന് പിന്നെ അവർ ഇപ്പോൾ 10 മണി ചായ ഒരു 11:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കില്ല. അപ്പം ഞാൻ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചു. പിന്നെ അവിടുത്തെ സ്റ്റാഫ് 2 പൂ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ 2 ചെമ്പരത്തി പൂവ് ഇനി നല്ല തോന്നുന്നുണ്ട് 2 ചെവിയിലും വെച്ചിരിക്കാൻ. ഏതായാലും 2 റോസാപ്പൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും മോൾക്കും കൊണ്ടുവന്നതാണ്. അപ്പം ഞാനത് മോളെ തലയിൽ വെച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ ലഞ്ചൊക്കെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിച്ച്. ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി. എന്നും ഇങ്ങനെ രാവിലെ ഫുഡും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുക, വൈകിട്ട് അതുപോലെ വരിക. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ, ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ കുറച്ച് മടിയുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട്. പിന്നെ ടൈമും ഇല്ല, ഇതാണ് പരിപാടി. പിന്നെ അവിടെ പോയാൽ നമുക്ക് ഇത് വോയിസ് ഇടാനും എഡിറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ സൗണ്ട് ഇടാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അവിടുത്തെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ടൈമിനനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.